ശേഷം വീട്ടിലുണ്ടാകുന്ന ഈ ജൈവ മാലിന്യങ്ങളെ ഏറ്റവും നന്നായി സംസ്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ്. ഒന്നാമത് നമ്മൾ വീട്ടിലെ വേസ്റ്റൊക്കെ അവിടെ ഇവിടെയും കൊണ്ട് തള്ളാതെ കഴിച്ചിലേക്ക് കിട്ടും. അത് നമുക്കൊരു ഉപയോഗമായിട്ട് പൈസയും കൂടി ലാഭിക്കാം. വേസ്റ്റ് മണോ സ്മെല്ലോ കാര്യം ഒന്നും തന്നെ ഇല്ലതാണ്. അപ്പോൾ ആളുകളിൽ ആ ഒരു തരത്തിലുള്ള ബോധവൽക്കരണം നടത്തുന്നതിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന രീതിയിലാക്കുന്നതിനും വേണ്ടിയാണ് ഈ തരത്തിലുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിട്ടുള്ളത്. കിട്ടിയതിനു ശേഷം LPG ഗ്യാസിൻ്റെ ഉപയോഗത്തിൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. അവരുടെ സർവീസും നല്ല രീതിയിലാണ് എന്നറിയുന്നത് കൊണ്ട് ആണ് ബയോടെക്കുകാരെ മാത്രം അത് ഏൽപ്പിച്ചത്. നമ്മളിവിടെ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായിട്ട് വീടുകളിലെല്ലാം ബയോഗ്യാസ് കൊടുക്കുന്നതിനുള്ള പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 25 പേർക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 18 അപേക്ഷയാണ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആളുകളിൽ ആ ഒരു തരത്തിലുള്ള ബോധവൽക്കരണം നടത്തുന്നതിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന രീതിയിലാക്കുന്നതിനും വേണ്ടിയാണ് ഈ തരത്തിലുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 50 ആൾക്ക് ബയോഗ്യാസ് കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ബയോടെക് എന്നുള്ള കമ്പനിയാണ് അത് ഏൽപ്പിച്ചത്. അത് നല്ല രീതിയിൽ തന്നെ അവരത് ചെയ്തു തീർത്തിട്ടുമുണ്ട്. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ധനസഹായത്തോടു കൂടി ബയോടെക്കിൻ്റെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചത്. ഈ സ്ഥാപിക്കാനുള്ള പ്രധാന ഉദ്ദേശം വീട്ടിലുണ്ടാകുന്ന ഈ ജൈവ മാലിന്യങ്ങളെ ഏറ്റവും നന്നായി സംസ്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ്. അതിന് ഏറ്റവും യുക്തമായിട്ടുള്ള പല മാർഗങ്ങളും നോക്കിയെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഈ ബയോഗ്യാസ് പ്ലാന്റ് ആയിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഞാനിത് സ്ഥാപിക്കാൻ എടുത്തത്. അരിഷ്ടത്തിൻ്റെ അടിഭാഗം ഒക്കെ ഉണ്ടാവും. അത് വേസ്റ്റ് വെറുതെ കളയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബയോഗ്യാസിൻ്റെ അറിഞ്ഞത്. അപ്പോൾ ചാണകമുണ്ട്, 3-4 പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ചാണകവും നമ്മൾ ഈ അരിഷ്ടത്തിൻ്റെ അടിയും കൂടിയും കൂട്ടി വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് ഉണ്ടായി വരും. അതുകൊണ്ട് നമുക്ക് ഗ്യാസ് കുറേ ലാഭം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബയോഗ്യാസിൻ്റെ ഒരു പ്ലാന്റ് ഇടാൻ തീരുമാനിച്ചത്. ഞാൻ ഇതിൽ ഇടുന്നത് വീട്ടിലെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, പിന്നെ ചോറ്, കഞ്ഞിവെള്ളം ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കണം. മാക്സിമം ഒരു 4-5 കിലോ വരെ ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് വേസ്റ്റൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. വളരെ ഉപകാരം തന്നെയാണ്. നമുക്കിപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നത്. ഇതിന് ചെറിയ പ്ലാന്റാണ്. അത് കാരണം എന്താ വെച്ചാൽ നമുക്ക് 1/2 ബക്കറ്റ് ചാണകവും 1 കപ്പ് അരിഷ്ടവും ഒഴിച്ചാൽ നമുക്കിതിൽ നല്ലോണം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ബയോടെക് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്ലാന്റും കൂടി വേണമെന്നാണ് നമ്മൾ പറയണത്. എന്നാൽ നമുക്ക് ശരിക്കും രാവിലത്തെ ഒരു ഉപയോഗം ശരിക്കും നമുക്ക് ഇതുകൊണ്ട് തന്നെ എത്തിക്കാൻ പറ്റും. നമുക്കാണെങ്കിൽ ചാണകം വേസ്റ്റ് ആവില്ല. നമുക്ക് അങ്ങനെ വലിയ ഒരു ഉപകാരമാണ് അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നത്. ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാൻ കാരണം ഞാൻ ഇവിടെ കുറച്ച് കാടക്കോഴികളെ വളർത്തുന്നുണ്ട്. ആ കാടക്കോഴികളുടെ വേസ്റ്റ് കാഷ്ടൊക്കെ ഇടാം എന്നുള്ള നിലക്കാണ് അത് വെച്ചിരിക്കുന്നത്. ആ കാടക്കോഴിയുടെ വേസ്റ്റ് ഇട്ടിപ്പോൾ അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. കുഴപ്പമില്ലാതെ വേസ്റ്റ് ഒരു 10 കിലോത്തോളം വേസ്റ്റ് അതിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ഞങ്ങൾക്ക് ആദ്യം 1/2 മണിക്കൂർ കിട്ടി, പിന്നെ 1 മണിക്കൂറായി. ഇപ്പോൾ കൂടി വരുന്നുണ്ട്. വേസ്റ്റ് ഇടുന്നതിനനുസരിച്ച് കിട്ടുന്നുണ്ട്. മറ്റേ ഗ്യാസ് ലേശം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ പകുതി ഉപയോഗം പൊതുവെട്ടാണ് നടക്കുന്നുണ്ട്. രാവിലെ കുറച്ച് ഉപയോഗിക്കും, അതുപോലെ വൈകിട്ടും കുറച്ച് ഉപയോഗിക്കും. നമ്മൾ ഗ്യാസിലെ ഉപയോഗത്തിൻ്റെ ഒരു പകുതി ഉപയോഗിക്കുന്നുണ്ട്. ഇത് കിട്ടിയതിന് ശേഷം LPG ഗ്യാസിൻ്റെ ഉപയോഗത്തിൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ആശ്വാസമാണ്. ബയോ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് പച്ചക്കറി ചെടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഈ സ്ഥാപിച്ചുകൊണ്ട് കുറച്ച് ബയോ വളം കിട്ടും. ആ ബയോ വളം നമുക്ക് പച്ചക്കറിക്ക് ഇടാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പച്ചക്കറികൾ ഒന്നുകൂടി ഉഷാറായിട്ട് വരുന്നുണ്ട്.
ചെടികളൊക്കെ. ഇതിൽ നിന്ന് കിട്ടുന്ന വളം നമുക്ക് ചെടികൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ പറമ്പുണ്ടെനിക്ക് അവിടെ പറമ്പ് കൊണ്ടുപോയി ഉപയോഗിക്കും, ഇവിടെ ഉപയോഗിക്കും, വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഉപകാരമാണ് അത്. ക്ലറി ആയിട്ടുള്ള വരുന്ന ഇത് ഞങ്ങൾ ചെടിക്ക് വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട്. ചെടിക്ക് നല്ലതായിട്ടുണ്ട്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏറ്റവും വലിയതായിട്ട് നന്നായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് പറ്റുന്നുണ്ട്. മാത്രമല്ല അവരവരുടെ വീടിൻ്റെ 4 ഭാഗത്തും ചിന്നിച്ചെതിര് കിടക്കാവുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഈ ഒരു പ്ലാന്റ് വളരെ ഉപകാരമാവുമെന്ന് എനിക്കറിയാം. ഒന്നാമത് നമ്മൾ വീട്ടിലെ വേസ്റ്റൊക്കെ അവിടെ ഇവിടെയും കൊണ്ട് തള്ളാതെ കഴിച്ചിലേക്ക് കിട്ടും. അത് നമുക്കൊരു ഉപയോഗമായിട്ട് പൈസയും കൂടി ലാഭിക്കാം. വേസ്റ്റ് മണോ സ്മെല്ലോ കാര്യം ഒന്നും തന്നെ ഇല്ലതാനും. 2 ഇടണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒന്നാണിപ്പോൾ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്, 1 കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി ഞാൻ എന്തായാലും ഇടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ ഈ ഗ്യാസ് ഒരുപാട് ലാഭിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, നമ്മളുടെ ഈ വേസ്റ്റായിട്ടുള്ള സാധനങ്ങളെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം നിൽക്കുന്നത്. പലവരും പറഞ്ഞിരുന്നത് കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് വേറെ കമ്പനി ആയിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഈ ബയോടെക്കിൻ്റെ കമ്പനി വെച്ചതിന് ശേഷം ഇത് കമ്പനിൻ്റെ സാധനം വളരെ പെർഫെക്റ്റാണ്, വളരെ ഉഷാറാണ്. ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നണമെന്നില്ല. നമ്മളെ വീട്ടിലേക്ക് ഗ്യാസിൻ്റെ പകുതി കിട്ടുന്നത് അത്രമാത്രം, അതിൻ്റെ വളം കിട്ടുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ എൻ്റെ വീട്ടിൽ ബയോടെക് എന്നുള്ള കമ്പനിയുടെ ബയോഗ്യാസാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു 10 വർഷത്തിലധികമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ബയോടെക് എന്നുള്ള കമ്പനിയെ വിളിച്ചതും. നല്ല രീതിയിൽ തന്നെ അവർ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുമുണ്ട്. അവരുടെ സർവീസും നല്ല രീതിയിലാണ് എന്നറിയുന്നത് കൊണ്ട് ആണ് ബയോടെക്കുകാരെ മാത്രം ഇത് ഏൽപ്പിച്ചത്. ഇവരുടെ പൊട്ടിൽ നമ്മൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ് കമ്പനിയിൽ. ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുക എന്നുള്ള ആവശ്യം നിറവേറ്റുന്നതിൽ സൗകര്യപ്രദമാണ് എല്ലാ തരത്തിലും. എല്ലാവരും കഴിയുന്നത്ര ആൾക്കാരെ ഇത് പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ വീടിൻ്റെയും പരിസരം നന്നാക്കി നടത്തി തരാനും അതേമാതിരി കുറേ കൂടി നല്ല നിലയിൽ ആ ഗ്യാസ് ഉപയോഗിക്കാനും സാധിക്കുമാറാകട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം.